അമ്മ അങ്ങനെ വെട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ പറഞ്ഞ പോലെ. ഞാൻ എപ്പോഴും മുടി കൂട്ടുകാരെ, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും മുടി എനിക്ക് അമ്മ വെട്ടി തരുന്നത് കേട്ടോ. ഇത് അഹങ്കാരം കൊണ്ട് വെട്ടുന്നൊന്നും ആരും വിചാരിക്കരുത്. കുറേ ഞാൻ വിചാരിക്കണു മുടി കുറച്ചും കൂടെ ലെങ്ത്ത് കുറച്ചാലേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കത്തിനും എളുപ്പമുള്ളൂ. അതുകൊണ്ട് ഇതാ നന്നായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നുണ്ട് കേട്ടോ മുടിയിൽ. അത് നമ്മൾ എത്ര എണ്ണ തേച്ചു എന്ന് വെച്ചിട്ടും അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്കൊരു ഹെൽത്തി ഇറക്കമില്ലേ മുടിയുടെ, ആ ഒരു ഇറക്കം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴേ മുടിക്ക് ഉള്ളുണ്ടാവാനും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മുടി മുറിക്കുന്നത്. ഇത് അച്ഛൻ കണ്ടു, മുടി മുറുക്കി എന്ന് ചോദിച്ചു. അമ്മയാണ് എനിക്ക് മുടി വെട്ടിത്തരാറുള്ളത്. അമ്മ മുടി വെട്ടിയാൽ പെട്ടെന്ന് തന്നെ വളരും, അതുകൊണ്ട് ആ ഒരു ധൈര്യം ഉണ്ട്. പിന്നെ മുത്തശ്ശിയുടെ എണ്ണയുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇത്ര മുടി മുറിച്ചു കേട്ടോ. സങ്കടമുണ്ട്, പക്ഷെ എന്നാലും പറഞ്ഞിട്ടെന്താ കാര്യം. കാരണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ടെക്സ്ചർ നോക്കി നോക്കൂ, കാണല്ലേ? കുറേ സ്പ്ലിറ്റൻസ് വന്ന് കുറേ കട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു 5-6 മാസമൊക്കെ ആയി. ശരിക്കും 2.5 മാസം കൂടുമ്പോൾ മുടി വെട്ടണമെന്നാണല്ലോ പറയുക. 5-6 മാസമൊക്കെ ആയി. ഞാൻ എൻ്റെ മുടി മുറിച്ചതിൻ്റെ എത്ര ലെങ്ത് ഉണ്ടെന്ന് കണ്ടോളൂ കേട്ടോ. എത്ര ലെങ്ത് ആക്കി ഇപ്പോൾ. ആദ്യമായിട്ടാണ് അമ്മ എത്ര ലെങ്ത്തിൽ മുടി മുറിച്ച് തരുന്നത്. സങ്കടമുണ്ട് മുടി മുറിക്കുമ്പോൾ. പണ്ടൊന്നും അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം സങ്കടം വരുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് കുളിച്ചിട്ട് എണ്ണ തേക്കണം. ഇപ്പൊ കുറച്ച് ഹെൽത്തി മുടിയായിട്ട് നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കണം. നന്നായിട്ട് കുളിച്ചിട്ട് എണ്ണ. പിന്നെ ഹെയർ മാസ്ക് ഒക്കെ ഇടണം. എന്നിട്ട് നന്നായിട്ട് മുടി ഇനി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്തും ഇത്രയും കൂടെ പാകമാണ്. ഇത് പക്ഷെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. കുറേ ലെങ്ത്ത് പോലെ ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു പശുവിൻ്റെ പാല് പോലെ ആവും. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ എടുത്ത് വെക്കും ഇപ്പോൾ. എന്നിട്ട് മുത്തശ്ശി വന്നിട്ട് മുത്തശ്ശി ഞാൻ മുടി മുറിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശിയുടെ എക്സ്പ്രഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് കാച്ചിയ എണ്ണ ഇല്ലേ, നമ്മള് സെയിൽ ചെയ്യാൻ വെക്കണ എണ്ണ, അതാണ് കേട്ടോ നമ്മളും യൂസ് ചെയ്യാറുള്ളത്. കണ്ടോ, ഇങ്ങനെ കറുത്ത പച്ച കളറ്, കരിമ്പച്ച കളറ്, കറുത്ത നിറത്തിലുള്ള എണ്ണയാവും ഉണ്ടാവുക. കാരണം നീല കഞ്ഞുണ്ണി അതുപോലെ തന്നെ നല്ല ഫ്രഷ് നീല അമരിയൊക്കെ ഇട്ടിട്ടാണ് എണ്ണ കാച്ചാറുള്ളത്. നീല കഞ്ഞുണ്ണി അല്ല, അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ നീല കളറാവുന്നത്. പക്ഷെ ഞാൻ നീല കഞ്ഞുണ്ണി അപ്പൊ നീ തേക്കട്ടെ. ആ, അമ്മയ്ക്ക് എത്തുണ്ടാവും. നമ്മൾ മുടി എപ്പോഴും വെട്ടിക്കഴിഞ്ഞാൽ എണ്ണ ഇവിടെ പൊതിഞ്ഞ് ഇങ്ങനെ ആക്കണം എന്നാ പറയുക. എന്നാൽ നല്ലതിലുണ്ടാവും ഇത്ര മുടി. ഇനിയൊരു എന്താ നമ്മൾ പറയാ, ഹോട്ട് ഓയിൽ സ്പാ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാത്ത്, ഹോട്ട് ഓയിൽ ബാത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളപ്പോൾ തന്നെയല്ല എണ്ണ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ കാരണം കേട്ടോ. നമ്മൾ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് കഴിയാനായി. ഇനിയിപ്പോൾ അടുത്തത് കാച്ചുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എണ്ണല്ലേ അല്ലേ അമ്മ? അതെ അതൊക്കെ ഉണ്ടാകണം. ഞാൻ ആദ്യം കാച്ചാം. പിന്നെ എന്തൊക്കെയാ ഇപ്പം ഇന്നൊന്നും മഴയൊന്നും വിട്ട് നിൽക്കണുണ്ട് കേട്ടോ. നമ്മുടെ മുടി നല്ല എന്താ പറയുക, മിനുസുണ്ട്. അത് ഞാൻ ഈ പ്ലമ്മിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യാറുള്ളത്. അതിലൊരു കെമിക്കലും ഇല്ല. പിന്നെ നമ്മൾ താളിപ്പൊടി, പിന്നെ ഇന്നിപ്പോൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഈ എണ്ണ അങ്ങനെ തന്നെ ഞാൻ തലയിൽ വെക്കും. ഷാമ്പൂ ഇട്ട് കഴുകി കളയില്ല. കഴിയണതും നമ്മൾ മുടി പരത്തി ഇടാതിരിക്കുക കേട്ടോ. ഞാൻ അമ്മൂനോട് എപ്പോഴും പറയാറുണ്ട് കെട്ടി വെക്കണേ. കാരണം എന്താ അറിയോ, എനിക്ക് ഇന്നെ ഭംഗിയായിട്ട് തോന്നുന്നത് മുടി പരത്തി ഇടുമ്പോൾ അവിടെയൊക്കെ കവറായി മാറുമല്ലോ. മറ്റേ മുടി ഇങ്ങനെ പിടിച്ചു കിട്ടുമ്പോൾ ഒരുമാതിരി മുഖം അങ്ങനെ നിൽക്കും. അല്ല, ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മ ആകുമ്പോഴേ നമുക്ക് നമ്മൾ ചെയ്താലും കുട്ടികൾ ചെയ്യുമ്പോൾ അതൊരു ഇതല്ലേ. ചിലവരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറയും, കുറെ പേര് കമന്റിലൂടെ ഞാൻ കാണാറുണ്ട് കേട്ടോ, അമ്മ മുടി കെട്ടി വെക്കണം കേട്ടോ, പരത്തിടരുത് എന്നൊക്കെ. എണ്ണ മുക്കാം. എന്നെയാണ് എണ്ണ മുക്കി കുളിപ്പിക്കൽ പരിപാടി. ഇങ്ങനെയാണ് എണ്ണ മുക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ എവിടെയാണോ വെട്ടിയത് അവിടെ ഇങ്ങനെ മുക്കിയിട്ട് എടുക്കുക. തല കുമ്പട്ടെ.
ഇതൊക്കെ എടുത്തോളട്ടോ, ഇവിടെയൊക്കെ ഞാൻ പാട്ടിട്ടോളാം. നല്ലൊരു കത്രിക. അതെ, അതൊന്നാതെ മീൻ മുറിക്കണതായോണ്ടേ നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. കത്രിക വാങ്ങാൻ കയറിയിട്ട് നമ്മൾ മീൻ മുറിക്കണം. നമുക്ക് അറിയില്ല. ഫിഷ് കട്ടിങ് കത്രികയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അയിമ കണ്ട് ഫിഷ് കട്ടിങ്. അപ്പൊ ഈ ഫിഷ് കട്ടിങ് കത്രികക്ക് ഒരു ഒരു ഡിസൈൻ പോലെ ഉണ്ടല്ലോ കട്ട് ചെയ്യണ പോർഷനില്. ഡിസൈൻ അല്ല, അവിടെ ഒരു വെട്ട്. വെട്ട് അതന്നെ ഇങ്ങനെ സിസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എസുള്ള പോലെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുറിക്കുമ്പോ പറ്റില്ല. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു നല്ല വലിയ കത്രിക വാങ്ങിക്കണം. ഹെയർ കട്ടിങ്ങിന് മാത്രം ഉണ്ടായിരുന്നു മുകളില, പക്ഷെ കാണാനില്ല. അതുകൊണ്ടാ അമ്മ മുടി വെട്ടിയ പിന്നെ നന്നായിട്ട് വളരും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ വെട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ പറഞ്ഞ പോലെ. ഞാൻ എപ്പോഴും മുടി വെട്ടുമ്പോ എനിക്ക് അത്ര ഒരു കുറെ വെട്ടുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത്. അപ്പൊ അമ്മ പറഞ്ഞിപ്പോ അമ്മര് തന്നെ ചീത്ത കേക്കണ്ട, നീ വെട്ടു ഇനിയും വെട്ടു പറയാം. അപ്പൊ ആദ്യം തന്നെ അമ്മ വെട്ടിന്റെ കൈ തന്നതേ. ഞാൻ എന്താ വിട്ടു അമ്മ എത്രക്ക് വെട്ടുവോന്ന്. അമ്മ ആദ്യമായിട്ടല്ല അത്ര വെട്ടുന്നത്. കത്രികയുടെ അവസ്ഥ പറയില്ല, ഇങ്ങനെയാണ്. അതല്ല അവിടെ അല്ല, ഇത് തുറക്കൂ. അതെ അല്ല, ഈ ഒരു ഒരം കണ്ടു ഈ ഇവിടെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് ഇതാവണേ. ശരിക്കും ഇവിടെ അങ്ങനെ പറ്റില്ല. കാരണം നമുക്കൊരു ഉപകാരം ഇല്ല. പക്ഷെ നമ്മളിപ്പോ ഇത് സാധാരണ മറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ എന്നാലും ഇനി ഒരമണിക്കൂർ ഇരുന്നതിന് ശേഷം ഒന്ന് കുളിക്കണം. ഇന്ന് താളിപ്പൊടി തേക്കണ്ടല്ലോ. ഇന്ന് വേണ്ട, നാളെ വന്നു. നാളെ താളിപ്പൊടി തേക്കും. ഹെയർ സ്പാ ചെയ്യണം. ഹെയർ സ്പാ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഒരു പ്ലമ്മിന്റെ ബോട്ടിലുണ്ട്. അത് ഞാൻ നാളെ കുളിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ണടക്കൂ. കൈ നീട്ടു. അതാ അത് നിലത്തിട്ടു. എന്റെ മുടി കണ്ടുവോ? സത്യം പറഞ്ഞാൽ മുത്തശ്ശി ഒട്ടും വിചാരിച്ചിട്ടില്ല ഞാൻ മുടി വെട്ടും എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കണത്. അതൊക്കെ നിലത്തൊക്കെ ഇടുന്നുണ്ട്. മുത്തശ്ശിയുടെ വിചാരം അത് ഒറിജിനൽ മുടിയല്ല, ഞാൻ എവിടുന്നോ ഫേക്ക് വാങ്ങിയിട്ട് സംഭവം വെച്ചതാന്നാ. അല്ല മുത്തശ്ശി, ഇതൊക്കെ അടിയിൽ പശുവിന്റെ പാല് പോലെ എണ്ണു. അതെ, മാറിയ ഞാന്. അയ്യേ അമ്മേ, മുത്തശ്ശി സങ്കടം ഉണ്ടോ മുടി മുറിച്ചതില്? മുടി മുറിക്കുന്നത് ഇഷ്ടമല്ല ആരായാലും. അതെ, പെൺകുട്ടികൾക്ക് മുടിയുള്ള തന്നെയാ ഭംഗി. എന്നാ ഇനിയിപ്പോ ഏതായാലും വളർത്താൻ ശ്രമിക്കാം മുത്തശ്ശി. ഇനി ഏതായാലും നല്ല ഹെൽത്ത്. അതെ അതെ, അതിന് ദിവസം തേക്കൂ. ഞാനിപ്പോ ആകെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേ തേക്കാറുള്ളൂ. അതായിരിക്കും ചിലപ്പോ. ദിവസം തേച്ച് കുളിക്കും. ഓക്കെ ഓക്കെ, എന്നാ തരും മുത്തശ്ശി. അത് കൊണ്ടേ കളയട്ടെ. മുത്തശ്ശി വന്നിട്ട് കാണിച്ചു തരാം. അതിനു വേണ്ടി എടുത്തു വെച്ചതാണ്. എന്റെ സ്വത്താണ് ഇപ്പൊ. അമ്മതാ എണ്ണ കാച്ചാൻ വേണ്ടിട്ട് കറിവേപ്പിലൊക്കെ നേരെയൊക്കെയാണ്. മുത്തശ്ശി എന്താ കാണിക്കണത്? മുത്തശ്ശി ചെമ്പരത്തി പൂവൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു. തുളസി നമ്മൾ എണ്ണ കാച്ചിയതൊക്കെ കഴിഞ്ഞു കേട്ടോ. എപ്പോഴും കാച്ചണ നമ്മൾ അപ്പപ്പ കാച്ചാറേ ഉള്ളൂ. അതുകൊണ്ട് വേമേ തീരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഫ്രഷ് ആവില്ലല്ലോ. അതെ, ഇപ്പൊ ഓർഡർ വരുമ്പോ ഒരു 10-15 ഓർഡർ വരുമ്പോ എണ്ണ കാച്ചും. അപ്പൊ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കൊടുക്കും ചെയ്യാം. പിന്നെ കൊറേ മഴ ഇടിയും കാരണം നമുക്ക് ഇവിടുന്ന് പാഴ്സൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഒക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇപ്പൊ എല്ലാം ഓക്കെ വന്നു. അതാണ് പ്രശ്നം. നമുക്ക് നല്ല കറിവേപ്പില തന്നെ വേണം. നമ്മള് വാങ്ങിയതല്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ടായതാണ്. അതെ, അതാണെന്താ അത് കാണിക്കുമ്പോ മറ്റേ എന്റെ വിത്ത് കായ വിത്തല്ല. ഇത് ഉണങ്ങിയിട്ട് തൈ മുളക്കുണ്ടാവും. വേരുമ്പോ പൊട്ടും ചില കറിവേപ്പൊക്കെ. നമ്മള് വാങ്ങിയ കറിവേപ്പില വെച്ചിട്ട് ഒരിക്കലും എണ്ണ കാച്ചാറില്ല. അതുപോലെ മൈലാഞ്ചി പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഇന്നലെ അവിടെ ഇല്ലത്തെ മഴയുടെ അവിടെ പൊട്ടി വീണപ്പോ മുത്തശ്ശി കുറച്ച് കൊണ്ടാ. പിന്നെ നമ്മളൊരു 3 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നോർമലി ഇതിന്റെ കൂടെ അല്ലാതെ ചേർക്കാറുള്ളത്. അത് പിന്നെ നമ്മളിപ്പോ പറയില്ലാന്നേ ഉള്ളൂ കേട്ടോ.
കൊറേ ഉണ്ട്, ഒരു 10-14 ഐറ്റംസ് ഉണ്ട് കേട്ടോ ഹെയർ ഓയിലിന് വേണ്ടിട്ട് നമ്മൾ എടുക്കാറ്. പിന്നെന്താ, എല്ലായിടത്തും മഴ ഉണ്ടോ, എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തുള്ള വിവരങ്ങളെന്നൊക്കെ പറയൂട്ടോ. എല്ലാരും സേഫ് ആയിട്ടിരിക്കുക, വെള്ളം ഉള്ളിടത്തൊക്കെ പോവാതിരിക്കുക. നമ്മുടെ അവിടെ ഇനിയിപ്പോ മഴ ഉണ്ട്, ഇപ്പൊ വെള്ളം അന്നത്തെ കഴിഞ്ഞ വർഷത്തെ പോലെ ഇവിടെ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാടൊക്കെ കാണാൻ വേണ്ടി പോവാം. അതാണ് നമ്മള് പോയിട്ടുണ്ടായിരുന്നു. തന്നെ ചിലവര് പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആണോ ആ വെള്ളം ശ്രദ്ധിക്കണേ വെള്ളത്തിൽ ശരിയാ പറഞ്ഞിട്ട്. അതെ, എന്നാലും വല്ലാതെ പാടം മൂടാനുള്ളൊരു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അരക്കണ്ട അമ്മക്ക്. അരക്കണം, ഇതൊക്കെ അരച്ച് കഴിയുമ്പോഴേക്കും തന്നെ സമയം കുറയാവും. അത്യാവശ്യം ഉണ്ട്, ഒരു 10-12 ലിറ്റർ എണ്ണ വാങ്ങി വെച്ചിട്ടുണ്ട്. ആട്ടി എണ്ണ ഇത് നമ്മൾ എടുക്കാറ്, അല്ല നമ്മള് പാക്കറ്റ് എണ്ണയോ അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മള് അങ്ങാടിപ്പുറം മില്ലിൽ പോയിട്ട് അങ്ങനെ ചക്കിലാട്ടി എണ്ണല്ലേ അതാണ് എടുക്കാറുള്ളത്. ഇപ്പൊ എണ്ണക്കൊക്കെ 345 രൂപയില്ലേ, 340-330 1 ലിറ്റർ ചക്കിലാട്ടി എണ്ണക്ക്. പക്ഷെ നമ്മൾ എന്നാലും നമ്മളുടെ ഹെയർ ഓയിലിന് നമ്മൾ പണ്ടേ അതന്നെയല്ലേ വാങ്ങിച്ചത് എന്ന് വെച്ചിട്ടാണ് 250 റുപ്യ തന്നെ പറയണത്. ചെലപ്പോ ഒന്ന് കൂട്ടും, ലേശം കൂട്ടേണ്ടി വരും കേട്ടോ. അതെ, ഒന്നാമത് നമ്മള് കൊറേ സാധനങ്ങൾ ഇതിൽ ചേർക്കണ്ടല്ലോ, കരിഞ്ജീരകൊക്കെ എല്ലാ സാധനത്തിനും വില കൂടി. അതെ, ഇപ്പൊ കൊറേ ബോട്ടില് കൊണ്ടുവന്നു. അതെ, വന്നപ്പോ ബോട്ടിലും വേണ്ട, പിന്നെ നമ്മള് കൊറിയർ ചെയ്യാനുള്ള ബോക്സ് നമുക്ക് ഓൺലൈനിൽ വന്നിട്ട് വേണം, അതൊന്ന് വരും. അങ്ങനെ ഓരോ സാധനങ്ങളും ഈ എണ്ണയുടെ പിന്നില് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെ, നമ്മള് നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോ നല്ല സന്തോഷായി. എല്ലാരും പറയണ്ടേ നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. മുത്തശ്ശി എത്തിയോ? ഒക്കെ പറിച്ചു വന്നു. കഞ്ഞുണ്ണി, തുളസി, പൂവാങ്കുറുത, ഇനി കുറച്ച് മുരിങ്ങയുടെ ഇല വേണം, മൈലാഞ്ചി വേണം. അതെ, പിന്നെ നമ്മളുടെ ഒരു 3 നമ്മള് സീക്രട്ട് ആയിട്ട്, 3 മാത്രമേ നമ്മള് സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ളൂ. അതിനി കഴുകണം. അതെ, ബാക്കിൽ കൊണ്ടിട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.